ഹായ് ഹലോ ട്രാസ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് റെസിൻ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിൻ ആർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ കാണാം. ബൈ പ്രൊഫഷണൽ ഞാനൊരു റെസിൻ ആർട്ടിസ്റ്റ് അല്ല. മോളുടെ ബർത്ത് ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു നോക്കിയതാണ്. ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളും വന്ന് അപ്പോൾ എന്നെപ്പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് തോന്നിയിട്ടാണിത് ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മുകളിൽ വയ്ക്കുന്ന ബേസ് എന്ന് പറയുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ടിന് നല്ല രീതിയിൽ അത് ബാധിക്കും. ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചറിയാം, ഈ ഒരു സൈഡ് കട്ടിയുള്ളതും ഈ ഒരു സൈഡ് ഭയങ്കര തിന്നുമായിപ്പോയി. കാരണം ഞാൻ വെച്ചിരുന്ന ടേബിളിൽ ഒരു ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെള്ളം ഒഴുകി ഒരു സൈഡിലേക്ക് പോകുന്ന പോലെ തന്നെ റെസിൻ ഒഴുകി ഒരു സൈഡിലേക്ക് പോകും. നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമ്മുടെ റെസിൻ ആർട്ടിന് കിട്ടില്ല. ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പിഗ്മെൻറ്റിൻ്റെ കളറ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു പിഗ്മെൻറ്റ് ഇതിൽ ഡാർക്കൻ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷെ ഞാനിത് റെസിനിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു റെഡിഷ് കളർ പോലത്തെ ഒരു വേറൊരു ഡാർക്ക് കളറായി മാറി. അപ്പം നമ്മളത് നന്നായി ശ്രദ്ധിക്കുക. മിക്സ് ചെയ്യുമ്പോൾ കളറ് ചേഞ്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചതിന് മാത്രം മോൾഡിലേക്ക് ഒഴിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫുള്ള് ഫ്ലോപ്പായി പോകും. ഇത് ഞാൻ യൂസ് ചെയ്ത റെസിൻ ഇതാണ്. ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 200 grams ആണ്. റേറ്റ് MRP 615 വരുന്നത്. ഇപ്പോൾ ഈ ഒരു റെസിൻ നമുക്ക് മതിയാവില്ല. നമുക്ക് ചെയ്യാനായിട്ട് ഒരു 500 grams എങ്കിലുള്ള ബോട്ടിൽ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ ഇത് 200 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 175 ഒക്കെ ഒരു ഗ്രാം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും നമുക്കത് ഈ ഒരു ആർട്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഒരു 500 എങ്കിലും മേടിച്ച് വയ്ക്കുക. അതും റേറ്റ് കൂടുതലാണ്. റെസിനായിട്ട് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് റേറ്റ് ഐറ്റംസിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് പോയിട്ട് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റേറ്റ് ആവും സാധനങ്ങൾ എടുത്ത് വരുമ്പോഴത്തേക്കും. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റെസിനായിട്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും, ഞാനും കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗ്ലൗസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഗ്ലൗസ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ഗ്ലൗസ് കയ്യിലൊന്നും വീഴാതെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ ചെയ്തു. പക്ഷെ കയ്യിലൊക്കെ നല്ല രീതിയിൽ വീണു. അപ്പോൾ അങ്ങനെ വീഴാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നന്നായി ഓയിൽ അപ്ലൈ ചെയ്തു. എനിക്കറിയില്ലായിരുന്നു ഇത് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ നോർമലി വാഷ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായി ഓയിൽ അപ്ലൈ ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ പോയി. എനിക്ക് അലർജിയും കാര്യങ്ങളൊന്നും പോയപ്പോൾ ഞാൻ 3-4 ദിവസമായി ചെയ്തിട്ട് കണ്ടില്ല. അലർജിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. അലർജറ്റിക് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ കയ്യിലെ തൊലിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസും മാസ്കും കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യാതിരിക്കരുത്. യൂസ് ചെയ്ത് മാത്രം റെസിനായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എയർ സർക്കുലേഷനുള്ള റൂമിൽ വെച്ചിട്ട് റെസിനായിട്ട് ചെയ്യാമെന്ന് ഞാൻ കണ്ടിട്ട് ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ പോയിട്ട് സിറ്റ് ഔട്ടിൽ ചെയ്തു. ആ ഒരു മണ്ടത്തരം ആരും കാണിക്കരുത്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വെള്ളമൊക്കെ തെറിച്ച് വീഴാം. പിന്നെ ഡസ്റ്റ് പൊടിയൊന്നും അധികം വീഴാത്ത പ്ലേസ് നോക്കി, നല്ലൊരു സ്പേസ് നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്യാൻ വയ്ക്കുക. കാരണം നമ്മൾ ഈ മോൾഡ് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12 hours ആയിരിക്കും നമ്മൾ റെസിൻ സെറ്റ് ആവാൻ വേണ്ടി പറയുന്നത്. അതുവരെ നമുക്കത് അവിടെ നിന്ന് പ്ലേസ് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്ഥലം നല്ലതായിട്ട് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് വേണം, സ്ഥലം പ്ലേസ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലേസൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടെമ്പറേച്ചർ. കാരണം നമുക്ക് ഹീറ്റ് ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 12 മണിക്കൂറായിരിക്കും നമ്മളിത് സെറ്റ് ചെയ്യാൻ ടൈം പറയുക. പക്ഷേ 12 മണിക്കൂറല്ല, 12 to 24 hours. ഞാൻ 24 hours വരെ വെയിറ്റ് ചെയ്തു. കാരണം മഴയും കാര്യങ്ങളും നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇതിനകത്ത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ടൈമും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുക. മാക്സിമം ടൈം വെയിറ്റ് ചെയ്താൽ നമുക്കത് അത്രയും നല്ല റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ, ഇപ്പം ഞാനിത് എടുത്തപ്പോൾ ഞാൻ രാവിലെ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഇത് ചെയ്തിട്ട് 12 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കി. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, അങ്ങനെ ഒരു ഒടിവ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ മാക്സിമം ടൈം വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രം, ഹീറ്റ് ചെയ്യാനുള്ള മെഷീനൊന്നും ഇല്ലെങ്കിൽ കേട്ടോ, ഹീറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഹീറ്റ് ചെയ്യാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത്, റെസിനായിട്ട് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് കരുതിയിരിക്കുന്നവരോടാണ്. ഞാനിത് പഠിച്ചിട്ടൊന്നും ചെയ്തതൊന്നുമല്ല. റെസിനായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു വീഡിയോ മാത്രം കണ്ട് ചെയ്യാണ്ട് കുറേ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക, നന്നായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം റെസിനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും. ഞാൻ എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഒന്നുകൂടെ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്